പിടിച്ചിട്ട് Catch. Hi. Hi. ആ വെള്ളം എടുത്തേ. വെള്ളം. ഇന്നലെ അടിച്ച് പറ്റായി പോയി. ഡീഹൈഡ്രേഷൻ. Happy New Year. പോലീസ് വേണോ അതോ ഞാൻ മതിയോ? സാറ് മതി. കുത്തിക്കൊല്ലണോ അതോ സസ്യം ഒഴിച്ച് കത്തിക്കണോ? അല്ലേ വേണ്ട, നിന്റെ സുന്നാമണി ഞാൻ കട്ട് ചെയ്തേ. അയ്യോ ഞാൻ കേട്ടിട്ടില്ല സാറേ, ഞാൻ കേട്ടിട്ടില്ല. പെണ്ണിട്ട് രാത്രി കക്കാൻ പോകണല്ലേ? ഇല്ല സാർ, ഞാൻ പോവൂല. നീ കേട്ടണ്ട, നിനക്ക് ഇതിന്റെ ആവശ്യമില്ല. സത്യം പോവൂല. നീ അടുക്കളയിൽ പോയി പോത്ത് എന്തായാലും എടുത്തിട്ട് വന്നേ. എന്താ? അടുക്കളയിൽ പോയി പോത്ത് എന്തായാലും എടുത്തിട്ട് വാടാ. അടുക്കള? അയ്യാ, ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞ് പോ എടുത്തിട്ട് വാടാ. ശരി സാർ. ഇരിക്ക അടി. ശരി. മിസ്റ്റർ ഡിസൂസ. അയ്യോ സാർ, ഞാൻ സുനി, കള്ള സുനി. ഞാൻ പേരാണ് കേരള കോൺഗ്രസ് ആർ പോലും ഇതിലും നല്ല പേരുണ്ട്. പേരായാലും ഒരു മജ വേണം. കാർൽ മാർക്സ്, റോസ ലക്സംബർഗ്, വി എസ് അച്യുതാനന്ദൻ, വി എസ് ഒ പി. ഇത് ചുമ്മാ സുനിക്കുട്ടൻ. ഇന്ന് മുതൽ നീ ഡിസൂസ. ഓ ഡിസൂസ. ഓ, എപ്പോഴും പോലീസ് പിടിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് സാറേ ഞാൻ കക്കാൻ പോണേ. ഞാനിവിടെ ചെല്ലാൻ നേരത്ത് രാത്രി ആ സാർ അവിടെ കിടക്കയിൽ തുണിയിലാണ്ട് കിടക്കണായിരുന്നു. തൊട്ടടുത്ത് തന്നെ സാറിന്റെ ഭാര്യ ഉറങ്ങിക്കിടക്കണ്ടായിരുന്നു. ആ ചേച്ചി എഴുന്നേക്കാൻ നേരത്ത് സാറിന്റെ അത് കണ്ട് പേടിക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ എന്റെ തുണി ഒലിഞ്ഞ് ആ സാറിനെ ഒളിപ്പിച്ച്. അപ്പൊ തന്നെ ആ ചേച്ചി എഴുന്നേറ്റ് പെട്ടെന്ന് എന്നെ കണ്ട് പേടിച്ചു. നിന്നെ കണ്ടു പേടിച്ച? എന്നെ പേടിച്ചില്ല, ചിരിച്ചുപോയി. ഇതേപോലെ ആ ചേച്ചിയും ചിരിച്ച്. അത് കേട്ടാ ചേട്ടൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ഞാനും ചേച്ചി നിക്കണം. ആ സാർ ആരോടും പറയാണ്ട് കള്ളക്കേസ് കൊടുത്തതിനകത്താക്കി സാറേ. ഞാൻ സത്യമായിട്ട് അവിടെ കക്കാനാ പോയത്. ഇതൊന്നും ഉണ്ടായില്ല. എത്ര നാൾ അകത്ത് കിടന്നു? ഒരു 8-9 മാസം കിടന്നിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗർഭകാലം. ഇവിടെ നിനക്ക് എന്താ വേണ്ടത്? ഹൈ, അപ്പൊ സാർ എന്നെ കൊല്ലല്ലേ? മറ്റൊരാളെ കൊല്ലാൻ ആർക്കാണ് അധികാരം ഡിസൂസ? അത് കൊള്ളാല്ല. മറ്റേ ഖുർആനിലും സീതയിലൊക്കെ പറയുന്ന പോലെ സെയിം അടിപൊളി ഡയലോഗ്. സീത? ഗീത അല്ലേ? അയ്യോ 2 മണിയായി. എന്റെ ടാർജറ്റ് കവർ ചെയ്യണം സാറേ, ഞാൻ പോട്ടെ. ഞാനും വരും. എങ്ങോട്ട്? നിന്റെ കൂടെ. എന്റെ കൂടെയാ? റോബറിക്കാ? സാർ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇങ്ങോട്ട് വരാൻ നിനക്ക് ആരുടെയും അനുവാദം വേണ്ട. പക്ഷെ തിരിച്ചു പോണേ മോനെ. അല്ല സാറേ, ഞാൻ എന്നാ പോവും സാറേ. ഞാനിതൊന്ന് മാറിയിട്ട് വരാം. ഉടുപ്പൊക്കെ മാറ്റിട്ട് എങ്ങോട്ട് പോണ്? സിൽമക്ക? സിൽമക്കല്ല, നിനക്കൊരു പെണ്ണ് കാണാം. എന്നാ പിന്നെ കുറച്ച് അത്ര കൂടി പൂശിക്കോ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഈ രാത്രി എവിടെ കൊണ്ടുവരാ? താൻ ഇറങ്ങി വന്നൊരു മൂത്ര കമ്പനി. അതൊക്കെ തരാം, വേഗമാണ്. വേറെ ഒന്നും ചോദിക്കരുത്. സോറി, സ്ലിപ്പായി. ഓ, സാറിന് ശരിക്കും എന്താ പണി? ഇതൊക്കെ തന്നെ. അതല്ല, ജോലി എന്താണെന്ന്. എനിക്ക് പണിയൊന്നുമില്ലടോ. ആണോ? എന്നാ പിന്നെ വെറുതെ നേരത്തെ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ? ആക്രിക്കാരണ്ട പോലും പേടിച്ചോ? ഞാൻ തന്നെ പേടിച്ചു പോയി.
ഇതേ നോക്കി ഈ പെമ്പിള്ളേർക്ക് രാത്രി ഉറക്കൊന്നില്ലെന്നേ വാട്സപ്പിട്ടുണ്ടെങ്കിൽ വാട്സപ്പി സാർ ഇടാറുണ്ടാ എന്തോന്ന് സാറിന്റെ നമ്പറും കൂട്ടുന്നു ഇപ്പൊ തന്നെ ചൂടുള്ളവർ ഇട്ടരാ വാട്സപ്പിൽ. എന്റെ ഫോണൊന്നും ഇല്ലടോ. എന്ത് ഫോണില്ലെന്നാ അതെങ്ങനെ ശരിയാവണേ? സാറെന്ത് മനുഷ്യനാണ് മനുഷ്യ? ഫോണില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല മിസ്റ്റർ സുസ. ഇപ്പൊ എനിക്ക് മനസ്സിലായി സാറ് മറ്റേതാണല്ലേ. എന്ത്? ബുദ്ധിജീവി ബുദ്ധിജീവി. അത് തന്നെ ചിരി കണ്ടറിയാ. ഹായ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ജയ് ഹിന്ദ്. അടിപൊളി. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതി പുറത്ത് കള്ളം കയറോട്ടകത്ത്. അതെ സോറി ചാടരുത് ഓടരുത് ഓടരുത്. അയ്യോ സമയം എത്രയായി? ഇവിടെ സോറി. നീ ഇവിടെ നിൽക്കുവോ? നമ്മുടെ സ്വന്തമായിട്ടുവാ ബ്ലാക്ക് ലാബ്. കടിക്കും. വീടുപടാ. നിങ്ങളിപ്പോ ടീമായില്ലേ? നമുക്ക് ഈ സ്ഥലം വേണ്ട, വേറെ ഏരിയ പിടിക്കാം. വാ ചോട്ട്. എന്റെ പുറത്തല്ല ഇതിന്റെ പുറത്ത് കയറാൻ. വീഴും. സാർ നമുക്ക് പോവാം. ഇത് ശരിയാവില്ല. വേണ്ട വേണ്ട പോവാ സാർ. അടക്കില്ല സാറേ പറയുന്നേക്ക് പോവാ. ഇത് ശരിയാവില്ല. പോവാ സാറേ. ഇവിടെ നിന്ന് കുഴപ്പമോ സാറേ? വാ പോവാ.